വെൽക്കം ഡ്രിങ്കിന് കോഫി, നല്ല പഴംപൊരി, ചൂട് പഴംപൊരി. നമ്മുടെ ബോട്ട് ഇതേ കിടക്കുന്നത്. ബോട്ടേ കയറാൻ വേണ്ടി പോവാണ്. പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പോകുന്ന വഴി. ബോട്ടിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. സൈക്കിൾ കയറിയോ? അങ്ങനെ ബോട്ടിലേക്ക് ഇതാണ്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലത്തിന് ശരിക്കും എന്നാ പറയുന്നത്? രാവിലെയാണ് ഇറക്കുന്നത്. അത് മണിക്കൂർ വൈകിട്ട് മഴയുണ്ടോ? ഈ ബോട്ടിന്റെ പേര് ടീ കോഫി വേണം? ടീ വേണം. നമ്മുടെ കായലിൻ്റെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ ശ്യാം ചേട്ടനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്യാം ചേട്ടനാണ് ബോട്ടിൻ്റെ ക്യാപ്റ്റൻ. അങ്ങനെ വട്ടം കറങ്ങി ഞങ്ങളിപ്പം ലേറ്റ് ആയതുകൊണ്ട് തിരിച്ചു പോകും എന്നാണ് പറഞ്ഞേക്കുന്നത്. അതെ, ഈ കാണുന്നതായിട്ട് പുതിയ റിസോർട്ടുകൾ. ഇത് വലിയ ഹോട്ടലല്ലേ? അത് അവരുടെ തന്നെ ബോട്ടായിരിക്കും അല്ലേ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്? ബോട്ടല്ല അല്ലേ അത്? മറ്റേ സാധനം കൊണ്ടുവരുന്നതല്ലേ? ഈ സൈഡിലെല്ലാം ഇതുപോലുള്ള ബോട്ടുകൾ കാണാൻ സാധിക്കും. 14 റൂമുള്ള ഹൗസ് ബോട്ടാണ് ഈ വരുന്നുകൊണ്ടിരിക്കുന്നത്. ബ്ലൂ വെയിൽ. അത് അപ്പ് ആൻഡ് ഡൗൺ ആണോ? മൊത്തം 14? അത് താഴെ മാത്രം 14? അങ്ങനെ. ഹലോ, ബൈ ബൈ. 14 റൂമുകളുള്ള ഹൗസ് ബോട്ടാണ് ഈ പോകുന്നത് കേട്ടോ. അതല്ലേ ഏറ്റവും ടോപ്പ്? അതിന് മുകളിലേക്കില്ല അല്ലേ? ആണോ? ഇത് 6 റൂമുള്ള ഹൗസ് ബോട്ടാട്ടോ. നമ്മളിവിടെ പാർക്ക് ചെയ്യുക. നമ്മളിവിടെ പാർക്ക് ചെയ്യാൻ പോകണം. ശ്യാം ചേട്ടൻ ഈ ഭാഗത്തെ ലൊക്കേഷനിൽ. ആ വീട്ടിൽ നിന്നാണ് കറണ്ട് എടുക്കുന്നത്? ആണോ? നമ്മളിവിടെ പാർക്ക് ചെയ്യാൻ പോവാണ് ഈ ലൊക്കേഷനിൽ. ഈ കാണുന്ന ലൊക്കേഷനിൽ നമ്മൾ പാർക്ക് ചെയ്യുകയാണ്. ഇത് ഓരോരുത്തർ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ ആ വീടൊക്കെ? നമുക്ക് എത്ര മണി വരെ നമുക്ക് ഇത് ഓടിക്കാൻ പറ്റുന്നത്? അത്രേ ഉള്ളൂ അല്ലേ? അത് കൂടുതൽ സമയം ഓടിക്കുന്നവരുണ്ടോ? അത് ബ്രേക്ക് പിടിക്കുന്നതാണ്. സ്റ്റോപ്പ് ചെയ്യുകയാണ് ഹൗസ് ബോട്ട്. തൊട്ടില്ല എന്ന് പറഞ്ഞുള്ള രീതിയിൽ ശ്യാം ചേട്ടൻ ബ്രേക്ക് ഇട്ടിട്ടുണ്ട്. കൊള്ളാം. ഈ കാണുന്നതാണ് നമ്മുടെ തുറന്നു പോകാലോ അല്ലേ? നമ്മുടെ ടോപ്പ് ഇതിൽ പോകുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഹൗസ് ബോട്ടിൽ കയറിയില്ല. 5 o'clock പറഞ്ഞു, പക്ഷേ ഓൾറെഡി ലേറ്റായി. 1 മണിക്കൂർ ലേറ്റായി. ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് പാർക്ക് ചെയ്തിട്ട് ഹൗസ് ബോട്ടിൽ. ഈ കാണുന്നതാണ് അതിൻ്റെ മെയിൻ ഹാൾ, ഇരിക്കാനുള്ള സ്ഥലം. ഓക്കെ, അതിനുശേഷം നമ്മൾ പോകുന്നത് ഇടനാഴിയിലൂടെ പോയി നമുക്ക് സ്റ്റെയർ കാണാം. ഈ സ്റ്റെയർ അപ്സ്റ്റെയറിൽ പോയി അവിടെ കാണാനുള്ള
സെറ്റപ്പ് ഉണ്ട് അവിടെ. നമുക്ക് പിന്നെ ഇപ്പോൾ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് റൂം നമുക്ക് കിട്ടുന്നതാണ്. ഫസ്റ്റ് റൂം എന്ന് പറയുന്നത് നല്ല അടിപൊളി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ഫാനൊക്കെ ഉണ്ട്. ഫുൾ AC ആണ് കേട്ടോ. അപ്പോൾ AC ഇടും. AC ഇട്ട് കാണുന്ന വലിയ കാര്യങ്ങളും സെറ്റപ്പായിട്ടുണ്ട്. ബാത്റൂമാണ് നമ്മുടെ ഹൈലൈറ്റ്. ബാത്റൂം കാണിക്കണം. ബാത്റൂമൊക്കെ കാണിക്കാം. അത്യാവശ്യം വേണ്ട സെറ്റപ്പ് എല്ലാം ബാത്റൂമിലുണ്ട് കേട്ടോ. അത് കട്ട് AC ലോയുടെ വലിയ AC ഇരിക്കുന്നു. ലൈറ്റ് ഇട്ടായിട്ട് അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് റൂമിലേക്ക് പോവാണ്. ഇപ്പൊ AC വരുമ്പോ എല്ലാം സെറ്റായി പോകും. ഒരു തോണിയുടെ സെറ്റപ്പ്, തോണി സെറ്റപ്പ് വാഷ് ബേസിനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമില്ല കാണാൻ അല്ലേ? അടിപൊളി. ഞാൻ അടുത്ത റൂമിലേക്ക് പോകും. അടുത്ത റൂമാണ് നിങ്ങൾ കാണുന്നത്. മറ്റേ റൂമിനെ അപേക്ഷിച്ച് രണ്ടും സെയിം തന്നെ. സെയിം വലുപ്പം അല്ലേ? ആ സെയിം വലുപ്പം. എല്ലാ സാധനവും മെഡിമിക്സിന്റെ സോപ്പൊക്കെ വരുന്നുണ്ട്. മെഡിമിക്സിന്റെ ചെറിയ സോപ്പൊക്കെ തന്നിട്ടുണ്ട്. രണ്ട് റൂമിൽ ബെഡ് ഉണ്ടെന്നോ? ബാത്റൂം കാണിക്കട്ടെ. നോക്കൂ, രണ്ടും സെയിം സൈസ് ബാത്റൂം ആട്ടോ. എല്ലാം സെറ്റപ്പ്, ഷവർ കാര്യങ്ങൾ എല്ലാം നോർമൽ ഉള്ള പോലെ തന്നെ. ഒരു ചെരിവുണ്ടല്ലേ? ഇവിടെയാണ് കിച്ചൺ സെറ്റപ്പ്. മുകളിൽ പോകാം. പിന്നെ നമുക്ക് മേളിലേക്ക് പോകാം. കണ്ടല്ലോ എന്റെ പൊന്നേട്ടാ, ഇത് തലയിടിക്കുന്നു. നമ്മള് പോകുന്നത് താഴെ തലയിടിക്കും. നമ്മള് മുകളിലത്തെ സ്റ്റെയർ, മുകളിലേക്കുള്ള സ്റ്റെയർ കയറി എത്തുന്നത് ഇച്ചിരി കൊതുകടി ഉള്ളപ്പോ ഹാളിലേക്കാണ് കേട്ടോ. ഇവിടെ മോഡൽ സെറ്റപ്പ് കാണാൻ നിങ്ങൾ രണ്ടുപേരും തലയിടിക്കും കേട്ടോ ചെറുതായിട്ട്. ഇവിടെ ഇങ്ങനെ റൂമിൽ കിടന്നാ കൊതുകടി ഉള്ളൂ. ഇവിടെ ഇങ്ങനെ വിശാലമായ സ്ഥലം. വെള്ളത്തില്ല. വെൽക്കം ഡ്രിങ്കിന് കോഫി, നല്ല പഴംപൊരി, ചൂട് പഴംപൊരി. എങ്ങനെയുണ്ട് പഴംപൊരി? എങ്ങനെയുണ്ട്? അപ്പം നല്ലതാണോ? നല്ല ചൂടുണ്ട്. ഇപ്പോൾ ഒന്നും കിട്ടത്തില്ല, എല്ലാം ഇവിടെ ക്ലോസ് ചെയ്തു. കൊതുകിൻ്റെ ശല്യം ഉള്ള കാരണം ഫുള്ള് ക്ലോസ് ചെയ്ത് കേട്ടോ. ഇതെല്ലാം ക്ലോസ് ആണ്. ഇപ്പോൾ അവിടെ AC ഇടും. പ്രാണികളാണ്, ഒരു രക്ഷയില്ല. പ്രാണികൾ എന്ന് പറഞ്ഞാൽ ചില്ലറ പ്രാണിയല്ല കേട്ടോ. നോക്കിക്കേ, ഇവിടെ ഈ കാണുന്ന മൊത്തം പ്രാണികളാണ്. കൊതുകുണ്ട് കൂട്ടത്തിൽ. വാതിൽ തുറന്നു കഴിഞ്ഞാൽ അപ്പം കയറുമല്ല. ഇവിടെ ആലപ്പുഴ ബോട്ട് എടുക്കുന്നവർ എന്തായാലും ശ്രദ്ധിക്കുക, കൊതുക് തിരിയായിട്ട് വരിക. കൊതുക് തിരി ഇല്ലെങ്കിൽ കൊതുക് കടിക്കുന്നതായിരിക്കും. ആണോ? നല്ല ഫുഡിൻ്റെ ടൈമായിട്ട് വന്നു. 9 മണി പറഞ്ഞ് ഞാൻ 9 തന്നെ കൊണ്ടുവന്നു. പിന്നെ കരിമീനല്ലേ? നല്ല കരിമീൻ, മീൻകറി, ചോറ്, പിന്നെന്താ പരിപ്പ് കറി, വെള്ളച്ചോറ്, ചോറ്, ചപ്പാത്തി, പിന്നെ വെള്ളം, എല്ലാവരും റെഡി. അപ്പം അപ്പനോട് നോക്കാം. പൂങ്കരേ റെഡി.
നമ്മളെ ഏറ്റവും അലമ്പായി. ആ ആ പുന്നമട റിസോർട്ട് വേമ്പനാട്ട് കായലിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇവിടെ ഒന്ന് കറങ്ങി പോകുന്നതല്ലേ? ഇത് അത്യാവശ്യം വലിയ റിസോർട്ടാണല്ലോ. ഇതൊക്കെ രാവിലെ ഉറക്കത്തിൻ്റെ മൂഡിലാണ്. നമ്മൾ വലിക്കാനുള്ള ബോട്ട് വന്നിട്ടുണ്ട് ഇവിടെ. മൂവ് ചെയ്യാനുള്ള വലിക്കാൻ പോകട്ടോ ബോട്ട്. ബോട്ട് റിവേഴ്സ് എടുക്കുക. റിവേഴ്സ് എടുത്തുകൊണ്ടിരിക്കുന്നു. ആ കയറ് ടൈറ്റായി. വലിച്ചു നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ടൈറ്റ് വലിയാണ്, പക്ഷെ ബോട്ട് നന്നായിട്ട് പോകുന്നില്ല. നമ്മുടെ ഈ സൈഡിൽ എനിക്ക് തോന്നുന്ന ആഴം കുറവാന്ന് തോന്നുന്നു. ഇതിൽ സാമ്പാർ കഴിക്കാം. അപ്പോ വാ വാ വാ. വാതിനെ പരിശോധിച്ചോണ്ടിരിക്കും. വാതിലെങ്ങനെ തുറക്കാം? നമുക്ക് തുറക്കാൻ പറ്റുന്നില്ലേ? പോവാ. നമ്മുടെ അടുത്ത ബോട്ട് വന്നിട്ടുണ്ട് വലിക്കാൻ വേണ്ടിയിട്ട്. 9:30 കഴിഞ്ഞപ്പോൾ എല്ലാ ബോട്ടും പോയി. ഐഡിയ നോക്കാൻ വേണ്ടി പോകണം. വെള്ളം പിടിച്ചിട്ട് ഫ്രണ്ടിൽ നിന്ന് വലിക്കാൻ. ചേട്ടാ ഞങ്ങൾ പോയേക്കുക. ആ കുഴപ്പമില്ല, ആ സാരമില്ല. ഇപ്പോൾ സംഭവിക്കാനുള്ളപ്പോൾ നമുക്കൊന്നും രക്ഷയില്ലല്ലോ. നമ്മളതിനെ പോവാ. ഇനി വരുമ്പോൾ കാണാം. ഓക്കെ ബൈ. ശ്യാം ചേട്ടാ ബൈ. സ്പീഡ്
നമ്മുടെ ബോട്ട് ഇതായി കിടക്കുന്നു. അല്ല, നമ്മുടെ ബോട്ട് അവിടെ കുടുങ്ങി കിടക്കുന്നത് അവിടെ. ഹലോ, ചെറിയ സ്ഥലമായതുകൊണ്ട് നമ്മൾ സ്പീഡ് ബോട്ടിൽ പോകും. ബോട്ട് ഓടിക്കുന്നത്
കൂടുതൽ ആൾക്കാർ ജീവിക്കുന്ന മീൻ പിടുത്തം. അപ്പോൾ അത് 5:30 കഴിയുമ്പോൾ ഒരു വല കിട്ടും. ഉറപ്പുവല. നമ്മൾ രാത്രി കുടിക്കഴിഞ്ഞാൽ അത് ഇതിൻ്റെ പിടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ മൊത്തം നമ്മുടെ രാത്രി 5:30 കഴിയുമ്പോൾ വൈകിട്ട് 5:30 കഴിയുമ്പോൾ ഓടാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. ഒരു 6-6:30 നൈറ്റ് ഓടിക്കഴിഞ്ഞാൽ അവരുടെ വള്ളം പിടിച്ച് അവർ കണ്ടു കഴിഞ്ഞാൽ പിടിച്ച് അടിക്കിട്ട് 10,000-4,000 രൂപയുടെ ബോട്ടാണ്. ബോട്ടിൻ്റെ പേരാണ്. അതിൻ്റെ എവിടെയാണ് ഞങ്ങൾ ഇറങ്ങേണ്ടത്? കറുത്തമ്മ എവിടെ നടക്കണേ? കറുത്തമ്മ കറുത്തമ്മ അതായത് ഒരു റൂട്ടാണ്. നമ്മുടെ റോഡ് പോലെ റൂട്ട് ആ സീറ്റ് ചവിട്ടി തന്നെ കറക്റ്റായി. ഇവിടെ ഇങ്ങനെ ലൈൻ അടിച്ച് ഇങ്ങനെ ബോട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. ഫുള്ള് സിൽവർ വേ ഇങ്ങനെ അങ്ങോട്ടൊരു സൈഡും ഫുള്ള്. എൻ്റെ വീടാണ് വീടല്ലേ? നമ്മൾ നടത്തുന്ന സ്ഥാപനം ഇതാണ്. അല്ല നമുക്കറിയില്ല. എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് അറിയില്ല. മുന്നേ അവർ പറഞ്ഞിട്ടുമില്ല. അത് അവരുടെ കുറ്റമാണ്. അത് ഒരാളെ വിളിക്കും പറയുമ്പം പിന്നെ വേണ്ട, എനിക്ക് പേയാൻ പാർക്കാൻ അവിടെ ചാർജ് ഉണ്ടാവുമെന്ന് പറയണം. 100 അല്ല അത് ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞങ്ങൾ അടിവാരം വയനാട്. ഉടമ്പടി തുടങ്ങി വീട് ഞാൻ പോയതിനു ശേഷം എല്ലാ